നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയില്ലേ വഹയിന്റെ ചില സ്വഭാവങ്ങളെപ്പറ്റി, ചില സ്വഭാവത്തിനെ പറ്റി നബി പറഞ്ഞു, ആ വഹയി വഹുവ അശദ്ദു അലയ്യ, അതെനിക്ക് ഏറ്റവും പ്രയാസപ്പെട്ടതാണ്. ലഖദ് ഖശീതു അൻ യറുല്ല ഫഖ്ദി, എൻ്റെ തൊട പൊട്ടിപ്പോവോ എന്ന് ഞാൻ പേടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹയിനെ തലഖി ചെയ്യുമ്പോൾ മലായിക്കത്തിൽ നിന്നും വഹയിനെ സ്വീകരിക്കണ സമയത്ത് അപ്പുണ്ടാകുന്ന അവസ്ഥയാണത്. പരിപൂർണമായിട്ട് ബശരിയത്ത്, ആ മനുഷ്യനാവുക എന്നുള്ളതായ അവസ്ഥനെ ആ സമയത്ത് പരിപൂർണമായിട്ടും അമ്പിയാക്കന്മാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇൻസിലാഖ് ചെയ്യും, അതിനെ ഉരിടും. ആ വഹയിന്റെ ചില സ്വഭാവങ്ങൾ അങ്ങനെയാണ്. ചില വഹയിന്റെ ചില അവസ്ഥയിൽ വഹയി പല രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം, മഹാനാവുന്ന ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിന്റെ സഹീഹിൽ ആദ്യം തന്നെ കൊണ്ടുവന്നതായ രണ്ടാം ഹദീസിൽ ബാബു കൈഫ കാന ബദൂൽ വഹി, അതിൽ രണ്ടാമത് ആ വഹയിന്റെ സൂറത്തുകൾ വിവരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, വഹുവ അശദ്ദു അലയ്യ, ആ വഹയി ഏറ്റവും, ആ വഹയിന്റെ ചില സൂറത്തുകളിൽ അതിനെ തലഖി ചെയ്യുക, അതിനെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ടതാണ്. എത്രത്തോളം ലഖദ് ഖശീതു അൻ യറുല്ല ഫഖ്ദി, എൻ്റെ തൊട പൊട്ടിപ്പോകുമോ എന്നുള്ളത് തന്നെ ഞാൻ പേടിച്ചു. ഈ അവസ്ഥ ഉണ്ടാവും അവർക്ക് എന്താവും എന്നറിയോ? മലായിക്കത്തിൽ നിന്നിട്ട് അല്ലാഹുവിൻ്റെ നഫ്സാനിയാവുന്ന കലാമിനെ അവർ സമായി കേൾക്കുന്നത് പോലെ തന്നെ അതല്ലാത്ത നിലക്കും അല്ലാഹുവിൻ്റെ നഫ്സാനിയായ കലാമിനെ അവർക്ക് എന്താക്കാൻ കഴിയും? കേൾക്കാനും അതിനെ തലഖി ചെയ്യാൻ, അതിനെ സ്വീകരിക്കാനുള്ളതായ ഒരു ഇസ്തിഅദാദ്, ഒരു പാകതയിലുമായിരിക്കും അവരുണ്ടാവുക. ഇതാണ് വഹാഉലാഹി അൽ അംബിയാഉ സ്വലവാത്തുല്ലാഹി വസ്സലാമു, ഇതാണ് മഹാന്മാരാവുന്നതായ അംബിയാക്കന്മാർ. അവർക്ക് ജഅലല്ലാഹു ലഹുമുൽ ഇൻസിലാഖ മിനൽ ബശരിയ്യ ഫീ തിൽക്കൽ ലഹവതി ലംഹതീൻ, ആ വഹയിനെ തലഖി ചെയ്യണ, അതിനെ സ്വീകരിക്കണതായ ആ സമയത്ത് ഈ ബശരീയത്തിന്റെ മനുഷ്യനാവുക എന്നുള്ളതായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നിട്ട് പരിപൂർണമായിട്ട് അല്ലാഹു ഉണ്ടാക്കും, എടുത്തു മാറ്റും. ഈ അവസ്ഥ ഉള്ളവരാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ. ഈ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസ്ഥ ഒരു മനുഷ്യനിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പെടുന്നതിനാണ് കൊടുക്കൂല. അതാണ് ഇന്നല്ലാഹ അസ്തഫാ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിമ വ ആല ഇമ്രാൻ മിനൽ ആലമീൻ. ലോകത്ത് വന്ന സർവ്വ പ്രവാചകന്മാരിലേക്കുള്ളൊരു ഇശാറത്താണ് ഈ ആയത്ത്. ആലി ഇമ്രാനിൽ നിന്നിട്ടാണ് കുറേ അധികം ബനി ഇസ്രായേൽക്കാരിലുള്ളതായ പണ്ഡിതന്മാർ വരണത്. ആലി ഇബ്രാഹിമിൽ നിന്നിട്ടാണ് മറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ഒരു ശൃംഖലയും വരുന്നത്. അങ്ങനെ സർവ്വ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഫാ, അവരെ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഫാ ചെയ്തിട്ടുണ്ട്, അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്താ ഈ ഇസ്തിഫാ എന്ന് പറഞ്ഞാൽ? അല്ലാഹു അവരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു അവസ്ഥയാണത്. ആ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിനിക്ക് എന്ത് വേണമെന്നറിയോ? അതിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സംഗതികൾ അതിൻ്റെ മുമ്പായിട്ട് അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ശ്രദ്ധിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നസബയിലേക്ക് നോക്കും. അവർക്കുള്ളതായ വാപ്പമാര് ഒരു വാപ്പമാരിലും അവരെ വാപ്പമാരും ഉമ്മമാരും പരിശോധിച്ച് നോക്കിയാൽ അവരെ കൂട്ടത്തിലൊന്നും ഒരു മുവഹിദീങ്ങളാവുന്ന ആളുകൾ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ ശൃംഖലയെ സംബന്ധിച്ച് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ. ഇതിന് മഹാനാവുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ രേഖപ്പെടുത്തിയതെന്താ? വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നതായ വാപ്പമാർ, ആ വാപ്പമാരിൽ കൂടി നബിയെ തങ്ങൾ മാറി മാറി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഐ ഫി അസ്ലാബി ആബായിക്കൽ അവ്വലീൻ, നബിയെ തങ്ങൾക്കുള്ളതായ മുൻകഴിഞ്ഞതായ പൂർവികരാവുന്ന പിതാക്കന്മാർ, ആ പിതാക്കന്മാർക്കുള്ളതായ അസ്ലാബിൽ കൂടി നബിയെ തങ്ങൾ അവരുടെ മുതുവിൽ കൂടി നബി മാറി 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 ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് എത്തിയതായ ആ സംഭവത്തിനെ പറ്റിയാണ് വതഖല്ലുബക ഫിസ്സാജിദീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെ വാപ്പന്മാർ മുഴുവനും മുവഹിദീങ്ങളാവണം, അവരൊക്കെ അല്ലാഹുവിനിക്ക് സുജൂദ് ചെയ്യുന്നതായ ആളുകളാവണം. ഇത് സർവ്വ അമ്പിയാക്കന്മാരുടെയും വാപ്പന്മാരെ പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ അവസ്ഥ അങ്ങനെ. പരിശുദ്ധ അല്ലാഹുവിൻ്റെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവരെ മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു നബിൻ്റെ വാപ്പ
അതൊരു വിഗ്രഹത്തിന് ഇബാദത്ത് ചെയ്യേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനിക്ക് ഇബാദത്ത് ചെയ്യേ, അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു നബിമാരെ വാപ്പന്മാർക്കും ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടുള്ളതല്ല. അവലാവുന്ന ആബാഹുകൾ മുഴുവനും അങ്ങനെയാണെന്നാ. നബിന്റെ വാപ്പന്മാരും അങ്ങനെ തന്നെ, മുൻകഴിഞ്ഞതായ അമ്പിയാക്കന്മാർക്കുള്ള വാപ്പന്മാരും അങ്ങനെ തന്നെ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ടുവരും. ഇതാണ് ഹിർക്കൽ ചക്രവർത്തി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അബൂ സുഫിയാനോട് ചോദിച്ചപ്പോൾ പല ചോദ്യങ്ങളും ചോദിച്ച്, അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കണ്ടില്ലേ, കൈഫ നസബുഹു ഫീക്കും, മൂപ്പരെ തറവാടിന്റെ സ്വഭാവം എന്താണെന്നാ ചോദിച്ചത്. അപ്പൊ അബൂ സുഫിയാൻ അതിന് മറുപടി പറഞ്ഞു, ഉയർന്ന തറവാട്ടുകാരനാണ്. അപ്പൊ ഹിർക്കൽ അതിന് രണ്ടാമത് അബൂ സുഫിയാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ ആ മൂപ്പരെ തറവാടിനെ പറ്റി നിങ്ങളോട് ചോദിച്ചല്ലോ. ഫകദാലിക്കൽ അംബിയാഉ തുബഅതു ഫീ നസബി ഖൗമിഹിം, അമ്പിയാക്കന്മാർ അങ്ങനെയാണ്, അവരെ ഏറ്റവും ഉയർന്നതായ തറവാടിൽ നിന്നിട്ടാണ് അമ്പിയാക്കന്മാർ വരലെന്ന്. അപ്പൊ അമ്പിയാക്കന്മാരുടെ വാപ്പന്മാർ പോലും, വാപ്പന്മാര് സിനാ ചെയ്തവരാണ്, അവർ വ്യഭിചരിച്ചവരാണെന്ന് പറയുന്ന വിശ്വാസക്കാരുണ്ട്. അത് മുഹറഫത്താവുന്നതായ പരിവർത്തനപ്പെട്ട തൗറാത്ത്, ആ തൗറാത്തിന്റെ പല സിഫറുകളും പല ഏടുകളും പരിശോധിച്ച് നോക്കിയാൽ അതിൽ അമ്പിയാക്കന്മാർക്കുള്ള വാപ്പമാരെ സംബന്ധിച്ചും അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് തന്നെ അവർ വിചാരികളാണെന്ന് പറഞ്ഞവരാണ്. നഊദുബില്ലാ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി തഹരീഫ് ചെയ്തതായ തൗറാത്തിന്റെ ചില ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയത് എന്താ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലൂത്ത് നബിന്റെ 2 മക്കളെ വ്യഭിചരിച്ചു. ആ വ്യഭിചരിച്ചതായ അതിലുണ്ടായതായ ഒരു മകൻ, ആ മകന്റെ പരമ്പരയിൽ നിന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയാവുന്ന മറിയം റളിയല്ലാഹു തആല അൻഹ വരുന്നത്. അപ്പൊ അമ്പിയാക്കന്മാരെ അവരെ, അതുപോലെ തന്നെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അങ്ങനത്തെ തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുന്നതാണ് ഇവിടുത്തെ യഹൂദികൾ.